നല്ല മൊരിഞ്ഞതും എന്നാൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പൂരിയാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. 2 കപ്പ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇന്ന് പൂരി തയ്യാറാക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവയും 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കൂടെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നു. നല്ല തിളച്ച വെള്ളത്തിലാണ് കേട്ടോ ഞാൻ ഈ പൊടി കുഴച്ചെടുക്കണത്. കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നല്ല തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. ഒരുപാട് വെള്ളം ചേർക്കുകയും ചെയ്യരുത്. നമ്മൾ മാവ് ഇവിടെ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊരു 10-15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ നേരത്തെ നമുക്ക് ഇതിലേക്ക് കറി വേണം. ആ കറിക്ക് വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള, ഒരു തക്കാളി, 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ആവശ്യമായിട്ടുള്ള കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്തിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പൂരിയിലേക്ക് നല്ല തേങ്ങ കരച്ചിട്ടുള്ള നല്ല മുട്ടക്കറിയാണ് ഇവിടെ തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കറിയിലേക്ക് വേണ്ട തേങ്ങ കരച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഈ ലീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മല്ലിച്ചപ്പിൻ്റെ അതേ ഒരു ടേസ്റ്റാണ്. അപ്പോൾ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പൂരിയുടെ മാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ഉരുളകളാക്കിയിട്ട് ഒന്ന് ഞാൻ പ്രസ്സിൽ വെച്ചിട്ട് പരത്തിയെടുക്കാം കേട്ടോ. ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമ്മളെ പൂരിൻ്റെ ഷേപ്പൊക്കെ എല്ലാം വൃത്തിക്ക് കിട്ടും. അപ്പോൾ എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അത്യാവശ്യം നല്ല ചൂട് വേണം കേട്ടോ. എന്നാലേ നമ്മൾ പൂരി നല്ല പെർഫെക്റ്റായിട്ട് പൊന്തിയിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ.